പോറ്റിയെ പോറ്റിയവർ പുറത്തു വരുമോ അതോ കുഴി മൂടപ്പെട്ട സത്യം പോലെ ഇതും മണ്ണിലടിയിലാകുമോ എന്ന് കണ്ടറിയാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ശബരിമലയിലേക്കുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വരവ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് റിപ്പോർട്ടിലുണ്ടാകും. സംസ്ഥാനത്തിന് പുറത്ത് സ്വർണം വിറ്റെന്ന സംശയവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കും. ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ ഉണ്ടെന്നാണ് സൂചന. സ്വർണം എന്ത് ചെയ്തുവെന്നും റിപ്പോർട്ടിലുണ്ടാകും. ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. രണ്ടിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ കേസിലെ 8ാം പ്രതി 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ്. 2 ദിവസമായി നിരവധി പേരെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. മറ്റ് സ്പോൺസർമാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. മഹസറിൽ ഒപ്പിട്ട R രമേശ് അടക്കമുള്ളവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ 2ാം ദിവസവും ചോദ്യം ചെയ്യും. പല ചോദ്യങ്ങൾക്കും അനന്ത സുബ്രഹ്മണ്യം മറുപടി നൽകിയെന്നാണ് വിവരം. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയിലെ നടപടികൾ ഇന്നലെ മുതൽ അടച്ചിട്ട കോടതി മുറിയിലാണ് നടക്കുക. ഹൈക്കോടതി രജിസ്ട്രാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ മോഷണവും കട്ടിളപ്പടിയിലെ സ്വർണ്ണ മോഷണവും 2 കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത്. 2019 ജൂലൈ 19 സ്വർണം പൂശാൻ എന്ന പേരിൽ ദ്വാരപാലക ശില്പങ്ങളിലെ 12 പാളികളും തെക്കും വടക്കും പൊതിഞ്ഞ 2 സ്വർണ്ണ തകിടുകളും പോറ്റിയുടെ സുഹൃത്തെന്ന പേരിൽ അനന്ത സുബ്രഹ്മണ്യനാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത്. എന്നാൽ പാളികളിൽ സ്വർണം പൂശാനായി ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതിന് പകരം ഇയാൾ ഹൈദരാബാദുകാരൻ നാഗേഷിനെ ഏൽപ്പിച്ചെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ശബരിമലയിൽ നിന്ന് അനന്ത സുബ്രഹ്മണ്യം ഏറ്റുവാങ്ങിയ പാളികളുടെ ഭാരം 42.8 കിലോയാണ്. എന്നാൽ നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് 38.2 കിലോയുടെ പാളികളാണ്. രാവിലെ പ്രത്യേക മുറിയിൽ ചോദ്യം ചെയ്ത ശേഷം പോറ്റിക്കൊപ്പം ഇരുത്തി അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ 9 പേരെയാണ് പ്രതി ചേർത്തത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ ദേവസ്വം സെക്രട്ടറി R ജയശ്രീ, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണ മോഷണത്തിൽ 8 പേരാണ് പ്രതികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപേഷ് 2019 ദേവസ്വം കമ്മീഷണർ A പത്മകുമാർ, പ്രസിഡന്റായിരുന്നു 2019 തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി എന്നിവരൊക്കെയാണ് പ്രതികൾ. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. കേസിൽ ഒക്ടോബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 10 മണിക്കൂറോളം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ എത്തി. ഇന്ന് ശബരിമലയിൽ സന്ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. വിവാദങ്ങൾ കെട്ടടങ്ങാതെയുള്ള ഈ വരവ് അത് മുഖ്യന്റെ മുട്ടുവിറപ്പിക്കുകയാണ്. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് കണ്ടറിയാം.